ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ലൊവാക്യയാണ്. സ്ലൊവാക്യയും ഒരു സെൻട്രൽ യൂറോപ്യൻ കൺട്രിയാണ്. ക്യാപിറ്റൽ വരുന്നത് ബ്രാറ്റിസ്ലാവയാണ്. കറൻസി യൂറോ. ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത് സ്ലൊവാക്ക് ആണ്. ആൻഡ് ഫീൽഡ്സ് വരുന്നത് നമുക്ക് AI, ഡേറ്റ സയൻസ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്, എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്, മെഡിസിൻ ആൻഡ് ഹെൽത്ത് സയൻസസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതൊക്കെയാണ് കുറച്ച് കോഴ്സസ് വരുന്നത്. ആൻഡ് ഡ്യൂറേഷൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ബാച്ചിലേഴ്സിന് 3 to 4 years ആൻഡ് മാസ്റ്റേഴ്സിന് 1 to 2 years ആണ് വരുന്നത്. ആൻഡ് ഫോർ ബാച്ചിലർ പ്രോഗ്രാംസിന് മിനിമം 50 to 60% മാർക്കാണ് പറയുന്നത് ഇൻ 12th. ആൻഡ് ഫോർ മാസ്റ്റേഴ്സിന് 55 to 60% മാർക്കാണ് പറയുന്നത്. ആൻഡ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പറയാനാണെങ്കിൽ കൊമീനിയസ് യൂണിവേഴ്സിറ്റി ഇൻ ബ്രാറ്റിസ്ലാവ, സ്ലൊവാക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് കൊസൈസ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക്സ് ഇൻ ബ്രാറ്റിസ്ലാവ. ഇതൊക്കെയാണ് കുറച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് വരുന്നത്. ആൻഡ് സ്ലൊവാക്യയിൽ നമുക്ക് പറയാനാണെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അത് 2 യൂണിവേഴ്സിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, STU ആൻഡ് EUVA. ഇത് 2 യൂണിവേഴ്സിറ്റീസും നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ മിനിമം ഒരു 60% മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സ്ലൊവാക്യ പറയുകയാണെങ്കിൽ അഫോർഡബിൾ എഡ്യൂക്കേഷൻ, സേഫ് സ്റ്റുഡന്റ് ലൈഫ്, പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമേറ്റീവ് IT ഫീൽഡ്സിലൊക്കെ നല്ല ജോബ് സ്കോപ്പ് ഉള്ള ഒരു കൺട്രിയാണ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ എല്ലാ കൺട്രീസിലും ഏകദേശം ടോട്ടൽ പാക്കേജ് വരുന്നത് 6.5 to 7.5 lakhs ആണ് വരുന്നത്. ആൻഡ് ഷോ ഫണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. 8 to 9 lakhs ആണ് ഷോ ഫണ്ട് വരുന്നത്. പിന്നെ ഷോ ഫണ്ട് കാണിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ത്രൂ തന്നെയാണ്. എമൗണ്ടിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിക്ലറേഷൻ ഒക്കെ എടുക്കും. പിന്നെ പോളണ്ടിന്റെ കേസിലാണ് ഒരു ഡിഫറൻസ് വരുന്നത്. അവിടെ ഷോ ഫണ്ട് കാണിക്കുന്നത് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ബാലൻസ് വഴിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. പോളണ്ടിൽ നമുക്ക് 10 lakhs ആണ് വരുന്നത് ഷോ ഫണ്ട് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ അത് FD ആയിട്ട് ഇട്ടിട്ട് അതിന് അഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കും. അങ്ങനെയാണ് കാണിക്കുന്നത്. ടോട്ടൽ പ്രോസസിംഗ് ടൈം 6 to 7 months ആണ്. 4 to 6 months ആണ് ടോട്ടൽ പ്രോസസിംഗ് ടൈം വരുന്നത്. സ്ലൊവേനിയ ആക്ച്വലി നമുക്ക് TRP കിട്ടിയിട്ടാണ് പോകുന്നത്. സോ നോർമലി നമുക്ക് 4 to 6 months ആണ് എടുക്കാറ്. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ഡിലേ ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 6 to 7 months ഒക്കെ എടുക്കാറുണ്ട്. കാരണം നമുക്ക് എംബസിന്ന് സ്ലോട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. എലിജിബിൾ ആയിട്ടുള്ള റീഫണ്ട് ഒക്കെ കിട്ടുന്നതാണ്. സ്റ്റേ ബാക്ക് ഡിപ്പെൻസ് ആണ്.
എക്സാക്ട് ഒരു 1 ഇയർ ആണ് പറയുന്നത്. ഐ മീൻ പാത്വേ പ്രോഗ്രാംസ് നമുക്ക് ചെക്കിലും മാത്രമല്ല വേറെ പല കൺട്രീസിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും നമുക്കത് എടുത്തു തരാൻ പറ്റുക. അതും ഡിപ്പെൻസ് ആണ് പാർട്ട് ടൈമിന്റെ കാര്യം. ഏകദേശം ഒരു 15 to 20 euro പെർ അവർ ആണ് പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. TRP കിട്ടി പോകുന്ന കൺട്രീസ് സ്ലൊവേനിയ ആൻഡ് ലിത്വാനിയ ആണ്. ഡിപ്ലോമ പ്രോഗ്രാമിന്റെ ഏജ് വരുന്നത് ഏകദേശം 37 to 40 ആണ്. ആഹ് എന്നാലും നമ്മൾ 40 ബിലോ ആണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. ഡിപ്ലോമ പ്രോഗ്രാംസ് 1 ഇയർ അവൈലബിൾ ആണ്, 2 ഇയർ അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡിപ്ലോമ പ്രോഗ്രാംസിന് സ്റ്റേ ബാക്ക് വരുന്നത് 9 to 10 months ആണ്. പാർട്ട് ടൈം അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
സോ ഗൈസ്, നമ്മുടെ വെബിനാർ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രി ചൂസ് ചെയ്താൽ നിങ്ങളുടെ അബ്രോഡ് സ്റ്റഡി ഡ്രീം ഒരു ലോ കോസ്റ്റിൽ പോസിബിൾ ആണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അഫോർഡബിൾ ലിവിങ്, പാർട്ട് ടൈം ജോബ്സ്, യൂറോപ്യൻ റെക്കഗ്നൈസ്ഡ് ഡിഗ്രീസ് എല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൺട്രി വൈസ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാം നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതും ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ത്രൂ പോയ സ്റ്റുഡൻസിന്റെ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നിങ്ങളുടെ അബ്രോഡ് സ്റ്റഡി ജേർണിയിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഫോർ ജോയിനിങ്.